അപ്പോൾ ഗൈസ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എന്നെ പൊട്ടിച്ചു ഗൈസ്. അതെന്ത് കാരണം എന്നറിയാമോ? നമ്മളെ ക്യാരം സ്ട്രൈക്കർ ഒരു പേട് പോലത്തെ സ്ട്രൈക്കറാണ് ഗൈസ്. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളെ കളി തുടങ്ങാം ഗൈസ്. നമ്മൾ പവറങ്ങ് കൂട്ടിട്ട് ഏതതിൻ്റെ പവർ ഗൈസ്. അപ്പോൾ നമുക്കൊരു കളിയാൻ കളിക്കാം ഗൈസ്. പക്ഷെ നമ്മൾ ആ 500-നാണ് കളിക്കുന്നത്, 1000-നാണ് കളിക്കുന്നത് ഗൈസ്. സോറി, അപ്പുറത്ത് നല്ല പ്ലെയറാന്ന് തോന്നുന്നില്ല ഗൈസ്. ഇപ്പം തന്നെ അടിച്ചിടണ്ടെന്ന് തോന്നുന്നു ഗൈസ്. പോയി. ഓഹോ അയ്യോ, പാവം. എനക്ക് ഇട്ടെന്ന് ഓൻ്റെ വിട്ടെന്ന് ഓന് ഫോളോ ചെയ്യുന്നു. ഇങ്ങനെ അടിച്ചാൽ ശരിയാവില്ല. എടാ റിവേഴ്സ് അടിക്കാൻ നോക്കിയതാ ഗൈസ്, നേരെ പറ്റിക്കില്ല. കളി തുടങ്ങി ഗൈസ്. കളി തുടങ്ങിയിട്ടില്ല. ഏതാ ഇതിപ്പോൾ ഏതാ വീപ്പിക്കുക? ആഹാ, റെഡ് എടുക്കണ്ടായിരുന്നു ഗൈസ്. ജസ്റ്റ് മിസ് എന്നെല്ലാം വെച്ചാൽ ജസ്റ്റ് മിസ്. ഇനി ഒന്നും കൂടി വീപ്പിക്കാണ്ടിരുന്നാൽ നമുക്ക് ജയിക്കാം. ഇവനൊന്നും കൂടി വീപ്പിക്കാണ്ടിരുന്നാൽ നമുക്ക് ജയിക്കാം. ഇവൻ ജയിച്ച് ഗൈസ്. എല്ലാം ഓൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഒട്ടം കളി കളിച്ചാൽ ശരിയായ ഇതായിപ്പോൾ ഓൻ പൊട്ടിപ്പോവും. ഓൻ ജയിക്കാനാവില്ല കേട്ടോ ഗൈസ്. ചിലപ്പോൾ ജയിക്കും. ഓനെന്തോ ചെയ്യുന്നതാ ഗൈസ്. ഇതാണ് ശരിയായ പൊട്ടം കളി. എടാ ഇതെങ്ങനെയാ അടിച്ച് കൂപ്പിക്കോ? റെഡ് ഇട്ടിട്ട് വേണം കളി തുടങ്ങാൻ. അതാ ഇത് ശരിയായ പൊട്ടം കളി. ഇത് ശരിയായ മണ്ടക്കളി. ഗൈസ് അപ്പം നമ്മൾ ജയിക്കാൻ പോകുന്ന ഗൈസ്. അല്ല, ഇതെങ്ങനെയാണ് കളി അടിക്കുക? ശരിയാ. ഇവന് മര്യാദയ്ക്ക് ജയിക്കാം. പക്ഷേ എങ്കിൽ ഇവൻ പൊട്ടത്തരം കളിക്കുന്നുണ്ടാ ഗൈസ്. ഇപ്പം കളിക്കുന്നുണ്ടല്ലോ. ഇനി വീപ്പിക്കണമെങ്കിൽ ഓൻ വീപ്പിച്ച് ഗൈസ്. വീപ്പിച്ച് എല്ലാം എടുത്തു ഗൈസ്. ഓൻ മഞ്ഞ കൊടുത്തിട്ടടിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം എന്നെല്ലാം വെച്ചാൽ എച്ചാതി ഭാഗ്യം നമുക്ക് ഗൈസ്. ഇത് വീണിക്കില്ലെങ്കിൽ ശരിയാ ഇതാവും. ഗൈസ് അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുന്നു. അതെന്തോ നെറ്റ് സ്ലോ ഇഷ്യൂ ആണ്.